പ്രോൺസ് നിർവാണിക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രോൺസ് കൊണ്ടുള്ള റെസിപ്പി സ്പൈസി ആൻഡ് ഡിലീഷ്യസ് പ്രോൺസ് റോസ്റ്റ്. അപ്പോൾ ചെമ്മീൻ പ്രേമികൾക്ക് ഇതാ ഒരു കിടിലൻ റെസിപ്പി. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. Everyone, welcome to my YouTube channel. Taste it with Ellie. ക്ലീൻ ചെയ്തെടുത്ത 1/2 kg പ്രോൺസിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് വീഡിയോയിൽ മിസ്സായിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 hour വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 100 ml ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് ആഡ് ചെയ്യാം. പ്രോൺസ് നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പ്രോൺസ് അങ്ങനെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി സെയിം പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് ബാക്കി ഓയിൽ നമുക്ക് മാറ്റാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 3 ഗ്രാമ്പൂ, 2 ഏലക്ക, 2 പീസ് കറുവാപ്പട്ട കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവാള, 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാള നന്നായി വഴഞ്ഞു വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം നന്നായി ചൂടായി വരുമ്പോൾ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് എനിക്ക് ചെറിയതായിട്ട് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ സ്പൈസി ആൻഡ് ഡെലീഷ്യസ് പ്രോൺസ് റോസ്റ്റ് റെസിപ്പി. സോ ഗൈസ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.